നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജുനൈദ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ബൈക്ക് ആക്സിഡന്റ് എന്ന് മാത്രമാണ്. ഈ റോഡരികിലുള്ള ഒരു മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് തലയ്ക്ക് പിന്നിലേറ്റ ഒരു പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ അതൊരു ചർച്ചയാകാൻ അല്ലെങ്കിൽ ഒരു വിവാദമാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു മാസം ആദ്യം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതി ജുനൈദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും പീഡനം പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. ഒരു യുവതി 2 വർഷത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നൽകുന്നു. അതിനുശേഷം ജുനൈദ് ഇവിടെ നിന്ന് മുങ്ങുന്നു. ബാംഗ്ലൂരിൽ ഒരു വിമാനത്താവളത്തിൽ നിന്നാണ് ജുനൈദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്നിട്ട് ഒരാഴ്ച മാത്രമേ ജുനൈദ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ മരിക്കുന്നത് ഏകദേശം 5:30-ക്ക് 6-നും ഇടയിലാണ് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ സമയത്തും സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് തിരിച്ചു വരുന്നത് വഴിയാണ് ഒരു അപകടം സംഭവിക്കുന്നതും. ഇപ്പോൾ പല ഭാഗത്തു നിന്ന് വരുന്ന ചില വിവാദങ്ങൾ എന്ന് പറയുന്നത് ജുനൈദ് പോകുന്ന വഴി ശത്രുക്കൾക്ക് അറിയാമായിരിക്കും, അതൊരു മനഃപൂർവ്വം കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചില സംശയങ്ങളും ദുരൂഹതകളും ഉയരുന്നുണ്ട്. അതില് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കിയത് നമ്മുടെ ഡയറക്ടർ സമാനമായ ഒരു വിവാദ നായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ പോസ്റ്റിലാണ് ഈ ജുനൈദിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു പോയപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. മുമ്പ് ചെയ്തിരുന്ന റീൽസും മറ്റും ടിക്ടോക്കും മറ്റുമൊക്കെ കണ്ടിരുന്നു. പക്ഷേ പീഡന പരാതി വന്നു, ജയിലിലായി, പുറത്തിറങ്ങി, അത് നിഷേധിച്ചു. അതിനുശേഷം പെട്ടെന്ന് മരണം. അതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ്, ദുരൂഹത ഉണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. ജുനൈദിന്റെ ചില സുഹൃത്തുക്കളും ഇക്കാര്യം പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5:30 5:30-ക്കും 6:30-ക്കും ഇടയിലാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഇതുപോലെ തന്നെ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരുന്നു. മഞ്ചേരിയിലാണ് സംഭവം. കോഴിക്കോട് വഴിക്കടവ് ഹൈവേയിലാണ് ഈ സംഭവം ഉണ്ടായത്. മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചിട്ടില്ല. അതാണ് ഈ അപകടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപകടം സംഭവിച്ച എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞു, തലയ്ക്കടിയേറ്റ് തലയിലെ ക്ഷതം മൂലം രക്തം വാർന്ന് അവിടെ കിടന്നു. ആരും തന്നെ ഒരു ഹൈവേയിൽ, ഇത്രയും തിരക്കേറിയ ഒരു ഹൈവേയിൽ ഒരു ബൈക്ക് റോഡിന്റെ സൈഡിൽ, ആ വീഡിയോ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, റോഡ് സൈഡിലാണ് ആ ബൈക്ക് മറിഞ്ഞു കിടക്കുന്നത്. ആരും തന്നെ കുറെ നേരം കണ്ടില്ല. പിന്നീട് വന്ന ബസ്സിലെത്തിയ ആരൊക്കെയാണ് ജുനൈദിനെ കണ്ടതും ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയതും. ആശുപത്രിയിൽ പോയപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൂടെ അത് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ് തലയ്ക്ക് പുറകിലാണ് ഏറ്റവും മാരകമായ അടിയേറ്റിട്ടുള്ളത്. മറ്റ് സാധാരണ അപകടങ്ങൾ ഉണ്ടായ പോലെ ചെറിയ മുറിവുകളുണ്ട്. എന്നാൽ ഇപ്പോ പോലീസ് അത് പറഞ്ഞിരിക്കുന്നത്, ഇത് ദുരൂഹത സംശയിച്ചപ്പോൾ പോലീസ് പറയുന്നത് ജുനൈദ് മദ്യപിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി രക്തസാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായി തന്നെ പറയും. അതിൽ വേറെ സംശയങ്ങളൊന്നും തന്നെ വരേണ്ട ആവശ്യകതയില്ല. ഇതിനു മുൻപ് ചിലർ പറഞ്ഞിരുന്നു ജുനൈദിന്റെ വാഹനം ഓടിപ്പ് ശരിയല്ല എന്നുള്ളത്. അതായത് വളഞ്ഞും പുളഞ്ഞും ഒക്കെ ജുനൈദ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. ഈ ഒരു അപകടം നടക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ഈ ജുനൈദ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോളും വന്നിട്ടുണ്ട്. അതില് 2 വശങ്ങളാണ്. ഒന്ന്, ഒരു ചെറുപ്പക്കാരൻ റാഷ് ഡ്രൈവിംഗ് നടത്തുന്നു. ഉടൻ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുന്നു അത്രയധികം ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈ ജുനൈദ് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. പോലീസ് നോക്കുമ്പോൾ ഓൾറെഡി ഇവനെ കുറിച്ച് ഒരു പരാതി കിട്ടിയതാണ്. അത് മോശമായിട്ട് വണ്ടി ഓടിക്കുന്നു. ഒടുവിൽ എന്തായി? ഒരു അപകടം സംഭവിച്ചു. ഇനി മറ്റൊരു സാധ്യത ഇതിനകത്ത് പലരും പറയുന്നത്, ഇപ്പോ കേരളത്തിൽ ആർക്കും ആരെയും കൊല്ലാനുള്ള നിയമപരിരക്ഷ കിട്ടുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് വാഹനാപകടം. ആർക്കും ആരെയും ഇടിച്ചു കൊല്ലാം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കും. അങ്ങനെ ദുർബലമായ ഒരു വകുപ്പാണ് ഈ അപകട മരണങ്ങളിലുള്ളത്. ഇത് മുതലാക്കുന്ന നിരവധി ആളുകളുണ്ട്. പല കേരളത്തിലെ അപകട മരണങ്ങളും കൊലപാതകങ്ങളാണെന്നുള്ള സംശയം ഉയർത്തിക്കൊണ്ട് പല പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പൊതുതാൽപര്യ ഹർജികളും ഇന്ന് കോടതിയിൽ പലയിടത്തുമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇത് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഈ മാസം തന്നെ അറസ്റ്റിലാവുന്നു, ഒരാഴ്ചയ്ക്ക് മുന്നേ പുറത്തിറങ്ങുന്നു. അതും സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടണം വന്ന ജാമ്യവ്യവസ്ഥയോടുകൂടി പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങിയ വ്യക്തി സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഹേറ്റ് ക്യാമ്പയിനാണ് ഉണ്ടാകുന്നത്. അത്രയും നാള് ഇതിനു മുൻപ് തന്നെ ജുനൈദ് എങ്ങനെയാണ് സ്റ്റാർ ആയത് എന്നുള്ളത്, ഞാൻ ഈ വിഷയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജുനൈദിന്റെ റീൽസ് ദൃശ്യം കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരു കോമാളി പരിവേഷമായിരുന്നു ജുനൈദിനുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പരിഹസിച്ച് ജുനൈദിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു.
പാട്ടുകൾ വയ്ക്കുന്നു, ആക്ഷൻ വിത്ത് സോങ് പോലെ പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് ആളുകൾ കളിയാക്കുന്നു, ചിലർ അത് ഏറ്റെടുക്കുന്നു, ചിലർ ആസ്വദിക്കുന്നു. അങ്ങനെയായിരുന്നു, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല. പിന്നെ പലരും പറയുന്ന ബ്ലോഗർ ജുനൈദ് എന്നാണ്. പുള്ളി ഒരിടത്തും ബ്ലോഗ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഓൺ വോയിസിലൊന്നും പുള്ളി എത്താറില്ലായിരുന്നു. ഈ ഹെഡ് ക്യാമ്പയിൻ കൂടിയ സമയത്താണ് പുള്ളി എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതുവരെ ജസ്റ്റ് ഒരു എന്താണ് ഈ പറയുന്ന പോലെ റീൽസ് ഷൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ് ഇത്തരത്തിൽ പ്രണയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രണയമാണോ അതോ പീഡനമാണോ, അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് തെളിയിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. കാര്യം ജുനൈദിന് പ്രത്യേകിച്ചൊന്നും ഇനി പറയാൻ സാധിക്കില്ലല്ലോ, ജുനൈദില്ലല്ലോ. അപ്പൊ ജുനൈദ് പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ജുനൈദ് പറയുന്നു, ഈ സമൂഹ മാധ്യമങ്ങളിലാണ് ശരിയേത് തെറ്റേതെന്ന് അറിയാത്ത വിധത്തിൽ കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കപ്പെടുന്നത്. ജുനൈദ് അതിൽ പരാമർശിച്ച മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ജുനൈദിന്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു പീഡന വാർത്ത വരുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് അകത്തു പോവാം. വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന രീതിയിൽ സ്ഥിരമായി വരുന്ന വാർത്തയുണ്ട്. 2 വർഷക്കാലം തന്നെ പീഡിപ്പിച്ചു. 2 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? പരാതി കൊടുക്കുന്നു. എവിടെയൊക്കെ പീഡിപ്പിച്ചു? പല സ്ഥലങ്ങളിലായി പോകുന്നു, പലയിടത്തായി പോകുന്നു. ഹോട്ടലുകളിൽ പോകുന്നു, കാറിൽ പോകുന്നു, അല്ലെങ്കിൽ ബീച്ചിൽ പോകുന്നു, മറ്റു സ്ഥലങ്ങളിൽ ടൂറായി പോകുന്നു. അന്നൊന്നും തന്നെ അത് പീഡനമാകില്ല. എന്തെങ്കിലും കാരണത്താൽ ഇവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടാകുമ്പോഴോ തമ്മിൽ പിരിയുമ്പോഴോ ഇതൊരു പീഡന കേസായി മാറുകയാണ്. ഇങ്ങനെ ഒരു ട്രെൻഡ് സമൂഹത്തിലുണ്ട്. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുക, പരിരക്ഷ നൽകുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും. അതുകൊണ്ട് ഒരു സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ പോലീസിന് കേസെടുത്തേ പറ്റത്തുള്ളൂ. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷണത്തിന് ശേഷമായിരിക്കണം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും കേസ് കൊടുത്താൽ ആദ്യമേ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റ് അന്വേഷണങ്ങളും ഇതിന്റെ തെളിവ് സമർപ്പിക്കേണ്ടതൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ആരാണോ പ്രതി അവരുടെ ബാധ്യതയാണ്. അപ്പോൾ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ ജുനൈദ് പോയി. ജുനൈദ് ശരിയോ തെറ്റോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ജുനൈദിന് ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോ ഈ മരണത്തിന് ശേഷം പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ആരൊക്കെയാണ് ആ ശത്രുക്കൾ, ഇനി എങ്ങനെയാണ് ആ ശത്രുക്കൾ ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യം ഒന്നും തന്നെ വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതൊരു സ്വാഭാവിക അപകട മരണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മോശകരമായി വണ്ടി ഓടിച്ചു പോയ ഒരാൾ, മദ്യപിച്ചു വാഹനം ഓടിച്ചു പോയ ഒരാൾ ഒരു മൺതിട്ടയിൽ ഇടിച്ച് മരിച്ചു. ഒരുപക്ഷെ ജുനൈദിന് പിറകിൽ ആരെങ്കിലും ചേസ് ചെയ്തു വന്നു. ജുനൈദിന് ആ അപകടം മണത്ത് ഒരുപക്ഷെ വേഗത്തിൽ വാഹനം ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ച് മരണപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാധ്യത കൂടി പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിന്റെയൊക്കെ സത്യാവസ്ഥ പോലീസാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊന്നും തന്നെ നമുക്ക് എത്താനായി സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോ ചർച്ചയാകുന്ന ഈ സനൽകുമാർ ശശിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് ഞാൻ ഒന്ന് വായിക്കാം. അതില് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇപ്പോ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വിദേശത്താണ്, ഇതുവരെ നാട്ടിൽ എത്തിയതായി ഞാൻ അറിയുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം. കുറച്ചുനാൾ മുൻപ് ഒരു ബലാത്സംഗ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായി. അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഉണ്ടായ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചു. അതിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നതിനേക്കാൾ കൂടിയ അളവിലാണ് ഈ ക്യാമ്പയിൻ ഉള്ളതെന്ന് തോന്നി. സാധാരണ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച്, ഹെയ്റ്റ് കമന്റ്സ് ഇതൊക്കെ തന്നെ ജുനൈദിന് കിട്ടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അയാൾ ആ കേസിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഒരു യൂട്യൂബ് ചാനലിൽ ഇക്കാര്യം സനൽകുമാർ ശശിധരൻ കണ്ടു. പക്ഷേ അതിൽ അയാൾ പറയുന്നത് കേൾപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നതിനെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ മുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടതെന്നാണ് പറയുന്നത്. അയാളുടെ വ്ലോഗ് നോക്കാൻ വേണ്ടി കുറെ വാർത്തകൾ തപ്പി. ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല. ഏതാണ് അയാളുടെ വ്ലോഗ് എന്നില്ല. ബ്ലോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം മാധ്യമങ്ങളിൽ ഇന്നലെ വാർത്ത വന്നു. അയാൾ നിരപരാധിയാണോ അല്ലയോ എന്നിനി തെളിയിക്കാൻ അയാൾക്ക് പോലും കഴിയില്ല. അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നത്. മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ അയാളെ വിധിച്ചവർക്ക് ഇനി സത്യം എന്തായാലും പ്രശ്നമില്ല, അവർ അടുത്ത ഇരയെ തേടും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അടുത്ത ഇരയെ തേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിന് പിറകിൽ ആരൊക്കെ ഉണ്ട് എന്ന് സനൽകുമാർ ശശിധരൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹവും ഇതുപോലെ ഒരു ഇരയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ മഞ്ജു വാര്യർക്ക് പിന്നിൽ മറ്റു പലരും പ്രവർത്തിക്കുന്നു, തന്നെ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന രീതിയിലൊക്കെ തന്നെ അദ്ദേഹം പലതവണയും സമീപിച്ചിട്ടുണ്ടായിരുന്നു. മലയാളി വാർത്ത അടക്കം സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇനി അറിയുന്നത്. ഇനിയിപ്പോ ഇവിടെ ജുനൈദിന്റെ കേസല്ല, ഇപ്പൊ ഈ ഒരു തലക്കെട്ട് ഇന്ന് ഈ ജുനൈദിന്റെ വാർത്ത വന്നപ്പോൾ മുഴുവൻ പറഞ്ഞിരുന്നത് ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്.
കാരണം എന്തെങ്കിലും ഒരു വീഡിയോ ഒരുപക്ഷെ റീച്ചിന് വേണ്ടിയിട്ടോ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി, ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ഒരു മെസ്സേജും സൊസൈറ്റിക്ക് നൽകാത്ത തരത്തിലുള്ള എന്തും കാണിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഇൻഫ്ലുവൻസർ ആകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ ജുനൈദിന് ഇന്നലെ വരെ ചീത്ത വിളിച്ചവരാണ് ഇന്ന് വന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് RIP സഹോദര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ്സ് ഇടുന്നത്. അപ്പോൾ വളർത്തുന്നതും അതുപോലെ തന്നെ കൊല്ലുന്നതും ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പൊ ഇന്ന് ആർക്കും ഇൻഫ്ലുവൻസർ ആകാനുള്ള ഒരു പറ്റിയ സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ദോഷ ഫലം അല്ലെങ്കിൽ മറ്റ് വശം കൂടിയാണ്. അതായത് ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ നല്ലതും ഒരു ഭാഗത്ത് വലിയ പേരും പ്രശസ്തിയും ഒക്കെ തന്നെ കിട്ടുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ ഒരു ദോഷ വശം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ ഒരു ടാഗ്, അതായത് നേരത്തെ പറയുകയാണെങ്കിൽ പ്രാസംഗികർ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ സോഷ്യൽ മീഡിയയിലെ കടന്നു വരവിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ഒരു 10 വർഷത്തിന് മുൻപത്തെ കാര്യം, 10 ഒരു 15 വർഷത്തിന് മുൻപ്, 2010 മുൻപുള്ള ഒരു കാര്യം. അന്ന് ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്നത് ഈ പ്രാസംഗികരോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സോ കരിയർ ഗൈഡൻസ് നൽകുന്നവരോ ഇവരൊക്കെ തന്നെയായിരുന്നു. അവരൊക്കെ പഠിച്ച് പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടി അതിലൂടെയാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നത്. അവരാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാളെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ ചെലുത്തിയ ഇൻഫ്ലുവൻസ് അത് വളരെ വലുതാണ്. അദ്ദേഹത്തെ നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി അതിന് മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് മോശകരമായ ബാഡ് ഇൻഫ്ലുവൻസ് കൊടുത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ ഭീകര പ്രവർത്തനങ്ങളിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിന് ആപത്തുള്ള ഈ പറയുന്ന ലഹരി മയക്കുമരുന്ന് ഇതിലേക്ക് തിരിക്കാനോ അങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്ക് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. എന്നിരുന്നാലും മദനിയുമായി ബന്ധപ്പെട്ട പണ്ട് PDPയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ മദനിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. കേട്ടപ്പോൾ ഒരു പക്ഷേ തനിക്കും മദനിയോടൊപ്പം ചേർന്നുകൊണ്ട് വേറൊരു രീതിയിൽ പ്രവർത്തിക്കണമെന്നൊരു ചോരത്തിളപ്പാണ് അതിലുണ്ടായത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരിക്കലും ഞാൻ അന്ന് ആലോചിച്ചില്ല. പിന്നീട് ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് അതിൽ ചില തെറ്റുകൾ ഉണ്ടല്ലോ എന്നുകൂടി അദ്ദേഹം ചിന്തിച്ചത്. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സമാനമായി തെറ്റായ ഇൻഫ്ലുവൻസിലൂടെ തെറ്റായ മാർഗങ്ങളിലേക്ക് തിരിയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ചില മതപണ്ഡിതന്മാരുണ്ട് എല്ലാ മതങ്ങളിലും. അത് തെറ്റായി സ്വാധീനിക്കുന്നവരും മോശമായി വഴിതെറ്റിക്കുന്നവരും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിന്റെ മറുവശവും ഉണ്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്ന. സമാനം തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അവർക്ക് ഒരു ദിവസം ഒരു റീച്ച് കിട്ടുന്നു, ഒരു ഇരുട്ടി വെളുക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ വൈറലാകുന്നത്. നമ്മളിപ്പോ പലരെയും കാണുന്നുണ്ട്. ഒരിക്കലും ആരെയും മോശമാക്കി പറയുകയല്ല, എന്നിരുന്നാലും അതിന്റെ ഒരു മറുവശം കൂടി പറയുകയാണ്. പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായ ജനശ്രദ്ധ നേടുമ്പോഴും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുമ്പോഴും അവർക്ക് എങ്ങനെ സമൂഹത്തിൽ പെരുമാറണമെന്നോ എങ്ങനെ ഇടപെടണമെന്നോ അങ്ങനെയുള്ളതിൽ ചെറിയൊരു അറിവില്ലായ്മ സംഭവിക്കും. അതിന്റെ പേരിൽ ചെന്നുപെടുന്ന പല അപകടങ്ങളും കാണും, അല്ലെങ്കിൽ ആപത്തുകളും കാണും. അത്തരത്തിൽ ഒരു ആപത്തിലായിരിക്കണം ഒരു പക്ഷേ ഈ ജുനൈദ്. ഈ തൃക്കണ്ണൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്. അദ്ദേഹം ഈ അടുത്ത് അറസ്റ്റിലായിരുന്നു. അതും സമാനമായ ഒരു പീഡന പരാതിയായിരുന്നു. പോലീസ് കൊണ്ടുപോകുമ്പോൾ കരയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഈ സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്ന കമന്റുകൾ, IT ആക്ട് പ്രകാരം സമൂഹ മാധ്യമത്തിലൂടെ നമുക്ക് ഒരാളെ അധിക്ഷേപിച്ച് ഒരു കമന്റ് പോലും ഇടാൻ പാടില്ല. അകത്ത് കിടക്കുന്ന വകുപ്പാണ്. നമ്മൾ ഹണി റോസിന്റെ വിഷയം വന്നപ്പോൾ കണ്ടതാണ്. അപ്പൊ ബോച്ചൈ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ബോച്ചൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമൂഹം എങ്ങോട്ടേക്കാണ് പോകണമെന്നുള്ളത് നമ്മൾ അവരും കണ്ടതാണ്. അത്തരത്തിൽ ഈ ഇൻഫ്ലുവൻസർമാരെന്ന് പറയുന്നവരെ കുറച്ചുകൂടി കാര്യപ്രാപ്തിയോടുകൂടി സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കണമെന്നാണ് പറയേണ്ടത്. ഏതായാലും ഇപ്പൊ ഈ ജുനൈദിന്റെ കേസിലാണെങ്കിലും ഇനിയിപ്പോ അതൊരു ഹൈവേ കൂടെ ആയതുകൊണ്ട് എന്തായാലും ഒരു CCTV വിഷ്വൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, പോലീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരു നിഗമനം മാത്രമാണ്, അത്ര മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ചുരുൾ അഴിയുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.